ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സിന്റെ ജനപ്രിയ വാഹനമായ ഇന്നോവ ക്രിസ്റ്റയുടെ പരിഷ്കരിച്ച മോഡലിനെ പുറത്തിറക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. 2016 രണ്ടാം തലമുറ മോഡലിനെ ടൊയോട്ട വിപണിയിൽ അവതരിപ്പിച്ചത്. ആഭ്യന്തര വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ പുതിയ മലിനീകരണ നിരോധന ചട്ടമായ BS6 നിലവിൽ വരുന്നതിന് മുന്നോടിയായി വിപണിയിൽ എത്തിക്കാനാണ് സാധ്യത. 3 വർഷത്തിലേറെയായി ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ടൊയോട്ട കാറാണ് ഇന്നോവ ക്രിസ്റ്റ. ശരാശരി 6000 യൂണിറ്റ് പ്രതിമാസ വിൽപ്പന നടത്തിയതിന് പേരുകേട്ട ഇന്നോവ വിപണിയിൽ മാന്ദ്യമുണ്ടായിട്ടും വിൽപ്പനയിൽ 6% ഇടിവ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത തലമുറ ഇന്നോവ അവതരിപ്പിക്കുന്നതുവരെ പുതിയ ഫേസ് ലിഫ്റ്റ് MPV വിപണിയിൽ ഭേദപ്പെട്ട വിൽപ്പന പ്രകടനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ടൊയോട്ട പ്രതീക്ഷിക്കുന്നു. ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ മിതമായ ഡിസൈൻ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയേക്കും. പുതുക്കിയ രൂപകൽപ്പനയിൽ നവീകരിച്ച പൂർണ്ണ LED ഹെഡ്ലാമ്പുകൾ ഉൾപ്പെടുത്തിയേക്കും. റേഡിയേറ്റർ ഗ്രില്ലും പരിഷ്കരിച്ചേക്കും. ഇത് വാഹനത്തിന് ഒരു പുതിയ രൂപം നൽകാൻ സഹായിക്കും. പുതുതായി രൂപകൽപ്പന ചെയ്ത ഫോഗ് ലാമ്പുകളും വാഹനത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. വശങ്ങളിൽ ഒരു പുതിയ സെറ്റ് അലോയ് വീലുകൾ ഉണ്ടാകും. പിന്നിൽ ബമ്പറും ടെയിൽ ലാമ്പുകളും ചെറുതായി ട്വീക്ക് ചെയ്ത യൂണിറ്റുകളാകാം. പുതുക്കിയ രൂപത്തിന് പുറമെ ഫേസ് ലിഫ്റ്റ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്ക് നിരവധി പുതിയ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. നിലവിലെ മോഡലിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതുക്കിയ മോഡൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയുമുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാകും കമ്പനി ഉൾപ്പെടുത്തുക. മറ്റു പരിഷ്കരണങ്ങളിൽ പരമ്പരാഗത ഡിസൈൻ എഞ്ചിനു പകരം അടുത്ത തലമുറ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഒരു ഹൈബ്രിഡ് സംവിധാനമാണ് നൽകുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിലുള്ള പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ BS6 അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോയേക്കും. പരിസ്ഥിതി സൗഹാർദ്ദ വാഹനങ്ങൾക്കായി കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിനുകൾ ഹൈബ്രിഡ് യൂണിറ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നത് അതിലേക്കുള്ള ആദ്യഘട്ടമാണ്. അതേസമയം ടൊയോട്ട MPVകൾ, SUVകൾ, പിക്കപ്പ് ട്രക്കുകൾ എന്നിവ ഇപ്പോഴും ഡീസൽ എഞ്ചിനുകളെ ആശ്രയിക്കുന്നു. ടൊയോട്ട കഴിഞ്ഞ വർഷം യൂറോപ്പിൽ ഡീസൽ ഉപയോഗിച്ചുള്ള പാസഞ്ചർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി ആരംഭിച്ചിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ടൊയോട്ട ഒരു ചെറിയ ഇലക്ട്രിക് കാർ വിപണിയിൽ എത്തിക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഗണറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകും എന്നാണ് സൂചന.